നമസ്കാരം സുഹൃത്തുക്കളെ. രാവിലെ ഇവിടുന്ന് നേരെ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ചാമുണ്ടേശ്വരി ക്ഷേത്രം. അപ്പോൾ ഇപ്പോൾ ഞാനുള്ളത് അശോകപുരത്താണ്. ഇവിടുന്ന് അശോകപുരത്ത് നിന്ന് ഒരു ബസ് സ്റ്റോപ്പിൽ നിന്ന് വേണം സിറ്റി ബസ് സ്റ്റാൻഡിലെത്താൻ. നമ്മൾ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലേക്ക് പോകുമ്പം ആദ്യം എന്ത് ചെയ്യണം? ഇവിടുത്തെ സിറ്റി ബസ് സ്റ്റാൻഡിലേക്ക് പോകണം. സിറ്റി ബസ് സ്റ്റാൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ടൗൺ നമ്മൾ ബാംഗ്ലൂർ പോലെയല്ല. ഇവിടെ സിറ്റി ബസ് സ്റ്റാൻഡിലേക്ക് പോകണം, ഏത് ഭാഗത്തേക്ക് പോകണമെങ്കിലും. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? സിറ്റി ബസ് സ്റ്റാൻഡിലേക്ക് പോയിട്ട് അവിടുന്ന് ബസ് കയറണം. അത് നമ്മൾ ഇവിടെ CBS എത്തിയേക്കാം. മൈസൂർ CBS എത്തിയേക്കാം. ബസ്സിൽ നിന്ന് ഇറങ്ങണം. വർക്കിംഗ് ഇതാണ് AC ബസ്. നമുക്കിതിലൂടെ അങ്ങോട്ട് പോകാം. നോക്കാം തിരക്കുണ്ടോ നോക്കാം. ഇവിടെ ഇങ്ങനെ ക്യൂ പാലിച്ചിരിക്കുകയാണ്. അത്യാവശ്യം തിരക്കൊന്നുമില്ല, സുഖമായിട്ട് പോവാം. ഇങ്ങനെ കിടക്കാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിലോട്ട് കയറാം. സുഹൃത്തുക്കളെ, ഇത് AC ബസ്സാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ചാമുണ്ടിഗിരിയിലോട്ടാണ്. അപ്പോൾ അവിടെ വെച്ച് കാണാം. ഇത് ഔട്ട്സൈഡ് വ്യൂ ആണ്. വളരെയധികം ഈ വെയിലടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്കങ്ങനെ കാണാൻ പറ്റുന്നില്ല. ഫീൽഡ്സാണ്. അപ്പോൾ ഇതാണ് ഇന്ന് അത്യാവശ്യം റഷ് കുറവാണ്. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ചാമുണ്ടിയിൽ എത്തിയതിന് ശേഷം അവിടുത്തെ വിശേഷം സംസാരിക്കാം. അപ്പോൾ പോവല്ലേ? റെഡി? ചിലപ്പോൾ അവർ സെപ്പറേറ്റ് ചെയ്യും, ചിലപ്പം സെപ്പറേറ്റ് ചെയ്യില്ല. അവിടെ കണ്ടോ, അതൊക്കെ ബസ്സും ഉണ്ട്, കാറും ഉണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ ക്ഷേത്രമുണ്ട് പുറത്തായിട്ട്. ചെറുതായിട്ട് കയറാൻ തുടങ്ങി കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഹില്ല്. സ്റ്റാർട്ടിംഗ് ആണ്. തുടക്കത്തിലൊരു ക്ഷേത്രമുണ്ട് ഇടതുവശത്തായിട്ട്. ഇങ്ങനെ ഹില്ലിലോട്ട് കയറി പോവാ കേട്ടോ. ചെറുങ്ങനെ താഴെ കാണാൻ പറ്റും കേട്ടോ. നല്ല വ്യൂ ആണ്. നല്ല ടോപ്പിലെത്തി നമ്മളിപ്പോൾ. അത്യാവശ്യം നമ്മൾ ചാമുണ്ടേശ്വരിയിൽ ഓൾമോസ്റ്റ് എത്താനായി കേട്ടോ. ടോപ്പിലെത്തിയിട്ടുണ്ട്. കുറേ അവർ ഇവിടെ പാർക്കൊന്നും ചെയ്യാതെ സൈഡിലൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞെടുത്ത് വരികയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് പാർക്കിംഗ് സൈഡിലേക്ക് പോകാം. ഒരു ദിവസം തന്നെ ഒരുപാട് വണ്ടികൾക്ക് നിർത്തി വെക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. അതിനുള്ള സൗകര്യം ഇവിടെ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്. അപ്പുറം പാർക്കിംഗ് ടെർമിനലാണ്. അവിടെ കാണുന്നതാണ് പാർക്കിംഗ് ടെർമിനൽ. അവിടെ എത്ര വണ്ടി വേണമെങ്കിലും ഒരു സമയം പാർക്ക് ചെയ്യാൻ പറ്റും. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, പ്രത്യേകം വേ ടു പാർക്കിംഗ് ഫോർ കാർസ് ആൻഡ് 2 വീലർ. രണ്ടിന് മാത്രമേ അങ്ങോട്ടേക്ക് കടക്കാൻ പറ്റൂ. വലിയ വണ്ടിക്ക്, ഹെവി വണ്ടികൾക്കൊക്കെ ആ സൈഡിലോട്ട് പാർക്ക് ചെയ്യാം. നമുക്ക് മെല്ലനെ ഇറങ്ങാം. അങ്ങനെ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങാണേ. ബസ്സിൽ നിന്ന് ഇറങ്ങി. ഓക്കെ, ബസ്സിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ നല്ല ഇത് അവിടെയാണ് പാർക്കിംഗ് ടെർമിനൽ കേട്ടോ. അവിടെ നിന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങി. ഹലോ സുഹൃത്തുക്കളെ, നമ്മളിവിടെ എത്തിക്കഴിഞ്ഞു. ഇതാണ് ബസ്സിൽ നമ്മൾ വന്ന ബസ്സായത്. അവരെത്തി. ഇനിയിപ്പോൾ നമ്മൾ പോകേണ്ടത് ചാമുണ്ടി ക്ഷേത്രമാണ്. അതിലൂടെ എൻട്രി ഉണ്ട് കേട്ടോ. ആ ഭാഗത്തൂടെ നമുക്ക് എൻട്രിയാണ്, കടക്കാം. പിന്നെ നമുക്ക് ഇതുവഴിയും കടക്കാം. ഇപ്പം ബസ്സിൽ നിന്ന് വരുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ ഇങ്ങോട്ട് കയറാനുള്ള ഒരു വഴിയാണിത്. അത് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ കടക്കാം. ഓക്കെ, നമുക്കിങ്ങനെ പോവാം. ഇവിടെ ആകുമ്പം കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പറശ്ശിനിക്കടവിലൊക്കെ കണ്ടില്ലേ? അപ്പോൾ അത്യാവശ്യം പറശ്ശിനിക്കടവിലൊക്കെ കണ്ട പോലെയുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ കിട്ടും. പക്ഷെ അതിനേക്കാളും കൂടുതലാണ് നമുക്ക് ഭക്ഷണമുണ്ട്, പിന്നെ ബാഗ്. ഇതൊക്കെ വില കുറവൊന്നുമില്ല, നമുക്ക് ചീപ്പ് റേറ്റിന് കിട്ടത്തില്ല. അത്യാവശ്യം എക്സ്പെൻസീവാണ്. ഇവിടുന്ന് വാങ്ങിക്കുമ്പോൾ ഇച്ചിരി എക്സ്പെൻസീവാണ്. എങ്ങനെയാണെങ്കിൽ ഒരു 30-40 രൂപ കൂടും. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇത് ഹിൽ സ്റ്റേഷൻ അല്ലേ, അപ്പം വരുമ്പോൾ ഇവർക്ക് അതിൻ്റെ ഒരു എക്സ്പെൻസും കൂടി കൂട്ടിയിട്ടാണ് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ അവർ പറയാം. ഒരുപാട് ആൾക്കാരുണ്ട് തോന്നുന്നു. ഞാൻ വിചാരിച്ചു ഇച്ചിരി രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തൊഴാൻ പറ്റുമെന്ന്. പക്ഷേ
ഇവിടെ തൊഴുന്ന കാര്യം ഇച്ചിരി കടുപ്പാണ്. ഇവിടെ പിന്നെ പ്രത്യേക ക്യൂ ഒക്കെ ഉണ്ട്. 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേക ക്യൂവിൽ നിൽക്കാം. അപ്പോൾ നമുക്ക് അധികം റഷില്ലാതെ നമുക്ക് പെട്ടെന്ന് കടന്നു പോകാൻ ഉള്ളൊരു സൗകര്യമുണ്ട്. സാധാരണഗതിയിൽ നടന്നു പോകാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ നമ്മൾ കുറച്ച് സമയം കാത്തിരിക്കേണ്ടി വരും ദേവിയെ കാണാൻ വേണ്ടിയിട്ട്. വളരെ ശക്തിയുള്ള ദേവിയാട്ടോ ചാമുണ്ടേശ്വരി എന്ന് പറയുന്നത്. കാരണം ഒന്നാമത് രാജാവ് ഇവിടെ വന്ന് തൊഴാറുണ്ട് അത്ര. നല്ല രക്ഷട്ടോ, ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നു ഇന്ന് തൊഴാൻ പറ്റുമെന്ന് തോന്നില്ല. അത്രയും ആൾക്കാരാണ് ഇവിടെ, നല്ല തിരക്ക് കാണുന്നത്. ഇവിടെ പ്രത്യേക ക്യൂവിൻ്റെ സെക്ഷനൊക്കെ ഉണ്ട്. 30 രൂപ കൊടുത്ത് പോവാം, 100 രൂപ കൊടുത്ത് പോവാം. സാധാരണഗതിയിൽ പോകുന്ന ആൾക്കാരുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് അതുവഴി പോകണ്ട, അത് വേറൊരു വഴിയുണ്ട് അവിടെ നല്ല തിരക്കായിരിക്കും. അതാണ് ക്ഷേത്രം. അടിപൊളി കേട്ടോ, ഗംഭീരാണല്ലോ, ഗംഭീരാട്ടോ. അത്യാവശ്യം തിരക്കുണ്ട്, അതാണ് കാണുന്നത്. നല്ല തിരക്കാണ്, ഞാൻ കാണിച്ചു തരാം. ഇവിടെയാണ് ഈ കാണുന്ന ക്യൂ ഉള്ള സാധനം. ഈ കാണുന്ന ക്യൂവിൻ്റെതാണ് 100 രൂപയ്ക്ക് കൊടുത്ത് പോവാം. ഇതിലൂടെ 100 രൂപയ്ക്ക് കൊടുത്ത് നമുക്ക് ക്ഷേത്രത്തിൽ ദർശനം നടത്താം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പോകണം. ഇതുവഴി സുഖമായിട്ട് ക്ഷേത്രത്തിൽ പോയിട്ട് ദർശനം നടത്തി പോരാം. എന്താ രസം. ഇവിടെ നിന്ന് ചരടൊക്കെ വാങ്ങാൻ പറ്റും. ഇവിടുന്ന് 10 രൂപ, 20 രൂപ, 30 രൂപ തൊട്ട് ഇവിടുന്ന് വാങ്ങാൻ പറ്റും. കണ്ടോ, അവിടെയുണ്ട്. പിന്നെ ഇതാണ് ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം. ക്ഷേത്രത്തിൻ്റെ മുൻഭാഗമാണിത്. പശുവൊക്കെ ഉണ്ട് കേട്ടോ. ക്ഷേത്രം, അതാണ് ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം. നല്ല റഷാണ്, രാവിലെ തന്നെ നല്ല റഷാണ്. അപ്പോൾ നമുക്ക് തൊഴാൻ പറ്റുമെന്ന് തോന്നുന്നു. തൊഴാൻ പറ്റേണ്ടതാണ്. നല്ല തിരക്കാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഗംഭീര തിരക്കാണ്. ഇതുണ്ടോ, ഇതാണ് നല്ല തിരക്കില്ലേ, ഇന്ന് നല്ല തിരക്കാണ്. ഇവിടെ നല്ല റഷാണ് കേട്ടോ, നല്ല റഷാണ്. ക്യൂ നിൽക്കേണ്ടി വരും. ക്യൂ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ദർശനം കഴിഞ്ഞിട്ട് മടങ്ങാം. അപ്പോൾ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൻ്റെ ഇവിടുത്തെ ദർശന സമയം എന്ന് പറയുന്നത് രാവിലെ 7:30 തൊട്ടിട്ട് 2 മണി വരെ, ശേഷം 3:30 തൊട്ടിട്ട് 8:30 വരെ. ചാമുണ്ടേശ്വരി ക്ഷേത്രം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പോകേണ്ട വേറൊരു ക്ഷേത്രമാണ് ഇവിടെ, ശ്രീ മഹാബലേശ്വര ടെമ്പിൾ. അത് ശിവക്ഷേത്രമാണ്. ഇവിടുത്തെ ക്ഷേത്രത്തിൽ നല്ല സ്ട്രക്ചറായിട്ട് ഓരോ കാര്യങ്ങളും ഇവിടെ നന്നായി സർവീസ് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ഒരു പാർക്കിൻ്റെ രൂപത്തിലാണ് ഇവിടുത്തെ സ്ട്രക്ചർ ഇരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ സ്ട്രക്ചറാണ് കേട്ടോ. എന്ത് മനോഹരമായിട്ടാണ് അത് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കിയേ. ഇവിടെ ഒരു പൂളുണ്ട്. ക്ഷേത്രത്തിനോടടുത്തായിട്ടാണ് പാർക്ക് പോലെ ക്രമീകരിച്ചിരിക്കുന്നത്. വളരെ നല്ല രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ക്ഷേത്രം വളരെ പുരാതന കാലത്തെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മൊബൈൽ ഉള്ളിലോട്ട് അനുവദനീയമല്ല. അതുകൊണ്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ നിന്ന് ധ്യാനിച്ചതിന് ശേഷം, ദർശനം കിട്ടിയതിന് ശേഷം തിരിച്ചു വരാം. അങ്ങനെ മഹാബലേശ്വര ദർശനം കഴിഞ്ഞു. ഇവിടുത്തെ ക്ഷേത്രത്തിലെ മഹാബലേശ്വര ദർശനം കഴിഞ്ഞു. അതിനുശേഷം ഇനിയിപ്പോൾ നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് വിഷ്ണു ക്ഷേത്രത്തിലേക്കാണ്. അതിവിടെ ഉണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. വേ ടു ശ്രീ നാരായണ സ്വാമി ടെമ്പിൾ. ഇവിടെ നിങ്ങൾക്ക് കാണാം, വേ ടു ശ്രീ നാരായണ സ്വാമി ടെമ്പിൾ. അപ്പോൾ ഇവിടെ ദർശനം കഴിഞ്ഞു. അതായത് ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് പിന്നെ രണ്ടാമതായിട്ട് വരേണ്ടത് മഹാബലേശ്വര ക്ഷേത്രം. അത് ശിവക്ഷേത്രമാണ്. ഇനി അടുത്തതായിട്ട് പോകുന്നത് വിഷ്ണു ക്ഷേത്രമാണ്. അതായത് ദേവി, പിന്നെ ശിവൻ, പിന്നെ വിഷ്ണു, അങ്ങനെ 3 മൂർത്തികളാണ് ഇവിടെയുള്ളത്. പിന്നെ നന്ദിക്ക് പ്രത്യേകമായിട്ടുള്ള
ഒരു സ്ഥാനം കൂടിയുണ്ട്. അത് ഇവിടെ സ്റ്റെപ്പുകളാണ്, 1250 സ്റ്റെപ്പുകളാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ അടിയിലെത്താം, അതായത് ചാമുണ്ഡി ഹില്ലിൻ്റെ ഡൗണിലെത്താൻ പറ്റും. അപ്പോൾ ഇതാണ് വഴി. ഇതുവഴി നമ്മൾ ഇറങ്ങിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്കാണ് പോകേണ്ടത്. ഇതാണ് വിഷ്ണു ക്ഷേത്രം. അതിൻ്റെ തൊട്ട് എതിർവശത്തായിട്ട് കിടക്കുന്നതാണ് വിഷ്ണു ക്ഷേത്രം. നമ്മൾ ഇവിടുത്തെ ദർശനം കഴിഞ്ഞതിന് ശേഷം നമുക്ക് നന്ദിയിലോട്ടേക്ക് പോവാം. അങ്ങനെ നമ്മൾ വിഷ്ണു ക്ഷേത്രത്തിലെ ദർശനം കഴിഞ്ഞു. ഇനി നമ്മൾ പോകേണ്ടത് നന്ദിയിലോട്ടാണ്. അപ്പോൾ നേരെ നന്ദിയിലേക്ക് പോകാം. അത്യാവശ്യം ഭക്ഷണമൊക്കെ കഴിക്കാനും പിന്നെ ഇവിടെ വന്നിരിക്കാനൊക്കെ ആൾക്കാർ വരും. നല്ല കാറ്റൊക്കെ ആണല്ലോ, അതുകൊണ്ട് ഇവിടെ ബിസിനസ്സൊക്കെ നല്ല പടി പോവുകയാണ് കേട്ടോ. ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് സാധനമൊക്കെ വാങ്ങിച്ചിട്ട് പോകും. നാട്ടിലെ പോലെ അധികം ആൾക്കാർ സാധനം വാങ്ങാതിരിക്കില്ല. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ ആഘോഷമാണ്. ഇപ്പോൾ പലവർക്കും ഒരു ആഘോഷം പോലെയാണ് കണ്ടോ. ഇവിടെ ഇങ്ങനെ വന്നിരിക്കും, അതുപോലെ അവർ ഭക്ഷണമൊക്കെ കഴിച്ച് പോവുകയും ചെയ്യും. ഇവിടെ അവർക്ക് നല്ല നല്ല ബിസിനസ്സാണ്. ഇതാണ് കേട്ടോ 30 രൂപയുടെ എൻട്രിയാണിത്. നേരത്തെ നമ്മൾ കണ്ടത് 100 റുപ്പീസിൻ്റെ എൻട്രിയാണ്. അപ്പോൾ ഇത് 30 രൂപയുടെ എൻട്രി. അപ്പോൾ ഇതാണ് ഐറ്റംസൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് വിൽപ്പന. അത്യാവശ്യം വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്നുണ്ട്. ഇത് അധികവും ഗവൺമെൻറ് വെഹിക്കിളും പിന്നെ അത്യാവശ്യം ഇവിടെയുള്ള സ്റ്റാഫിൻ്റെ വണ്ടികളൊക്കെയാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. അല്ലാത്തവർ ചിലപ്പം വരും, പക്ഷേ അധികവും അത് എൻട്രി അല്ല. അത് ആക്ച്വലി അത് ഇല്ലീഗലായിട്ട് വന്ന് നിർത്തുന്ന ആൾക്കാരാണ് കൂടുതലായിട്ട് കാണുന്നത്. പക്ഷേ ഇങ്ങോട്ടേക്ക് അങ്ങനെ വിടത്തില്ല. അത്യാവശ്യം ഇവിടെ വർക്കുള്ള ആൾക്കാർക്കാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. അത്യാവശ്യം ഒരു മിനിറ്റ്, ഇവിടെ അത്യാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നന്ദീനെ പറ്റി പറഞ്ഞില്ലേ, ആ നന്ദിയിലേക്ക് പോകുന്ന വഴിയായിരുന്നു. ഇതുവഴി നമുക്ക് എന്ത് ചെയ്യാം, നന്ദിയിലോട്ട് പോകാം. ആ സ്റ്റെപ്പാണ് ഈ കാണുന്ന സ്റ്റെപ്പ്. ഇവിടുന്ന് നമ്മൾ അധികം പോയി കഴിഞ്ഞാൽ നമുക്ക് അധികം പോകാൻ കഴിയുന്നവർക്ക് ഓക്കെ. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സഞ്ചരിക്കുമ്പോൾ നല്ല കിതപ്പുണ്ടാവും, നമുക്ക് അധികം അങ്ങനെ പോകാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ. നല്ല കിതപ്പായിരിക്കും. നല്ല ഈ നമ്മൾ ബസ്സിൽ വന്ന അതേ വഴിയാണ് നമ്മൾ അതേപോലെയുള്ള വഴിയാണ്, സ്റ്റെപ്പായിട്ടാണ് നമ്മൾ താഴോട്ട് ഇറങ്ങേണ്ടത്. അപ്പോൾ അതൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി, അത്രയധികം സ്റ്റെപ്പ്
അങ്ങനെ നമ്മൾ നന്ദി ഹില്ലിൽ നിന്ന് തിരിച്ചു വരികയാണ്. നന്ദി ഹില്ലിൽ പോയിട്ടില്ല, അവിടെ നിന്ന് തിരിച്ചു വരികയാണ്. ഇതൊക്കെ അത്യാവശ്യം മോശമൊന്നുമില്ല കേട്ടോ, പക്ഷെ നല്ല വെയിലാണ് കേട്ടോ. ഇപ്പം നല്ല വെയിലായി. 12:30 എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ വെയിലിൻ്റെ ഒരു സമയമാണ്. വെയിലിൻ്റെ സമയമാണ്. ഇവിടെ പ്രൈവറ്റായിട്ട് യൂറിനർ ഉണ്ട്. ഇവിടുന്ന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്സൊക്കെ ചെയ്ത് നമുക്ക് തിരിച്ചു പോകാം. ഇവിടുന്ന് നമുക്ക് ചാമുണ്ഡി ഹില്ല് കാണാൻ പറ്റും കേട്ടോ. അങ്ങോ ഇവിടുന്ന് നമുക്ക് ചാമുണ്ഡി ഹില്ലൊക്കെ കാണാൻ പറ്റും. ഇവിടെ സ്റ്റെപ്പായിട്ട് നമ്മൾ കയറണം. ഇവിടെ കണ്ടോ നിങ്ങൾ, ഇവിടെ ചുവന്ന മഞ്ഞ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ പൊട്ട് ഒക്കെ കണ്ടോ. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ജനങ്ങൾ ചെയ്യുന്നത്. അത് ചില ആൾക്ക് കല്യാണം നടക്കാതെ ഉണ്ടാവും, ചില ആൾക്ക് ഹസ്ബൻഡിന് വേണ്ടിയിട്ടുണ്ടാവും. അതിനൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ പൊട്ടൊക്കെ തൊട്ടിട്ട് അവർ ഈ 1250 പടിയും പൊട്ട് തൊട്ടിട്ട് പോകും. അതിനാണ് ഇത് കാണുന്നത്. നമ്മളങ്ങനെ ടോപ്പിലെത്തി. ടോപ്പാണ്. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കാം. ഇവിടുന്ന് ഫ്രൂട്ട്സ് ഐറ്റംസാണ്, ഇവിടെ ഈ സാധനങ്ങളൊക്കെ ഉണ്ട്, കഴിക്കാം. ചോദിച്ചോളാം. അപ്പോൾ നമ്മൾ 30 റുപ്യാണ് ഇവിടെ കൊടുക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് അതും കഴിച്ച് നേരെ പോവാം. അപ്പോൾ നമ്മളോട് കഴിക്കാം. കേട്ടോ, നമ്മളെ നാട്ടിലൊന്നും അങ്ങനെ കാണത്തില്ല കേട്ടോ, സെറ്റ് സാധനമല്ലേ. അപ്പോൾ ഇവിടുന്ന് ഇത് കഴിച്ച് നമുക്ക് പോവാം. ഇത് നമ്മളെ എൻട്രി കേട്ടോ, ഇത് മെയിൻ എൻട്രിയാണ്. അപ്പോൾ ഇവിടുന്ന് മെല്ലെ നമ്മൾ ഇവിടെ കണ്ടോ തൊപ്പി കാര്യങ്ങളൊക്കെ ഇവിടെ വിൽക്കും. ഇതിൻ്റെ മേലൊരു ഹോട്ടലുണ്ട്, ചാമുണ്ടേശ്വരി എന്നാണ് പേര്. നമുക്കുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. ഇത് ചീപ്പ് റേറ്റാണ്. ചീപ്പ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി വളരെ ചീപ്പായിരിക്കും അതിനനുസരിച്ചിട്ട്. പിന്നെ നമുക്കിവിടെ ATM ഉണ്ട്, അതിൻ്റെ സൗകര്യമുണ്ട്. ഇത് കണ്ടോ, ഇതൊരു പാർക്കായിട്ട് ചിത്രീകരിച്ചതാണ് കേട്ടോ. നല്ല ഒരു സർവീസാണ് ഇവിടെ, പാർക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട്. ഇവിടെ നടക്കാൻ പറ്റാത്തവർക്ക് അങ്ങനെ ഇവിടെ വന്നിട്ട് അതിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവരിവിടം വരെ കൊണ്ടുപോകും. എല്ലാം അടഞ്ഞു കിടക്കണ്ട. എല്ലാം അടഞ്ഞു കിടക്കാണ്. ഷോപ്പും അവിടെയൊക്കെ അടഞ്ഞു കിടക്കണം. ചിലതൊക്കെ ഉണ്ട്, നമ്മൾ നോക്കാം ഇവിടെ എന്താന്ന്. ഫുഡ്, കോഫി, ടീ, ലെമൺ ടീ, മാഗി നൂഡിൽസ്, ലെമൺ ജ്യൂസ്, ഹോട്ട് സൂപ്പ്, ലെമൺ സോഡ, എല്ലാ സാധനം ഐറ്റംസും ഉണ്ട്. നമുക്കിവിടെ വട എവിടെയാണ് കിട്ടാൻ നോക്കാം. വട ഇവിടെ ഉണ്ട് കേട്ടോ, വട നല്ല വടയുണ്ട്. നമുക്ക് വട കിട്ടാൻ നോക്കാം. സ്പെഷ്യലായിട്ടാണ് വടയില്ല, മറ്റേ വടയേ ഉള്ളൂ. നോക്കാം വട ഏത് ടൈപ്പ് വടയാന്ന് നോക്കാം. ഈ വടയാണ് നമ്മുടെ വട കഴിക്കാൻ പറ്റുന്നത്. വടിയെല്ലാം കഴിച്ച് ഇവിടെ നിന്ന് ഇറങ്ങാണേ. അങ്ങനെ വടിയൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങാൻ ഇവിടുന്ന്. ഇനിയിപ്പോൾ നമ്മൾ നേരെ ബസ് സ്റ്റേഷനിലേക്കാണ് പോകേണ്ടത്. ബസ് സ്റ്റേഷനിലേക്ക് പോയി നമ്മുടെ നാട്ടിലെ പോലത്തെ വടിയല്ല കേട്ടോ, അത് ഇവിടെ കിട്ടുന്നതാണ്. ഇവിടെ ചാമുണ്ടേശ്വരി ഹില്ലിൽ കിട്ടുന്ന വേറെ വടിയാണ്, ചെറിയ വടിയായിരുന്നു. അത് വലിയ ടേസ്റ്റൊന്നുമില്ല, പക്ഷെ നമുക്ക് ഒപ്പിക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഷുഗർ കെയിൻ ഉണ്ട് ഇവിടെ. ഷുഗർ കെയിനും കഴിച്ചിട്ട് നേരെ എന്ത് ചെയ്യാം. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് എത്താൻ നോക്കുന്ന സമയത്താണ് ഒരു പുള്ളിക്കാരൻ ഇവിടെ ഇരുന്നാണ്. ഞാൻ വിചാരിച്ചു എന്താ ഈ സിൽവറൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് പെയിൻ്റ് അടിച്ചാണോ. നോക്കുമ്പോഴാണ് കാണുന്നത് നമ്മുടെ ഗാന്ധിജിയാണ് കേട്ടോ. ഗാന്ധിജിയായിട്ട് ഇങ്ങനെ അഭിനയിക്കുന്നു. ഇതാണ് പുള്ളിക്കാരൻ. ഞാനിപ്പോൾ കണ്ടതാണ്, ഏതാ സംഭവം ഒന്നും അറിയത്തില്ല. പുള്ളിക്കാരൻ ഇപ്പോൾ കണ്ടതാണ്. ലാംഗ്വേജ് ക്യാ ഹൈ ഭായ്? ലാംഗ്വേജ് ക്യാ ഹൈ? ലാംഗ്വേജ് തമിഴ്. ഇവര് തമിഴാട്ടോ. മലയാളം അറിയോ?
അറിയില്ല, അവർക്ക് தெரியாது. தமிழ் தெரியும், தமிழ் நல்லா தெரியும். ஓகே, இது எங்கே என்ன பண்ணிக்கொண்டிருக்கிறேன் ഇവരെ ഇതെല്ലാം വെച്ചിട്ട് ഇവിടെ പൈസ ഇടണം കേട്ടോ, അതിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഏതായാലും കണ്ടതിൽ സന്തോഷം. ഗാന്ധിജി आपका स्वागत है. അപ്പോൾ ഗാന്ധിജീൻ്റെ വേണ്ടി സ്വാഗതമൊക്കെ പറഞ്ഞ് നമ്മൾ ഇറങ്ങാണ്. മൈസൂർ വന്നിട്ട് ഗാന്ധിജീനെ കണ്ടിട്ട് ഗാന്ധിജീൻ്റെ അതൊക്കെ പറഞ്ഞ് നമ്മൾ ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ച് വന്നതുകൊണ്ട് ഈ വണ്ടിയിലാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് പോകേണ്ടത് ഈ വണ്ടിയിലാണ്. ഇവിടെ ഇപ്പോൾ നല്ല ബസ്സാണ്, ഇതിലൊന്നും ആരും നിൽക്കിയ സ്ഥലമില്ല. പിന്നെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിലോട്ട് കയറണം, ഈ ബസ്സിലോട്ട് കയറണം. നമുക്ക് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഒരു AC ബസ്സിൽ കയറി ഇരിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതാണ് നേരത്തെ വന്ന ബസ്സാണ്. ഇപ്പോൾ ഇത് വേറെ ഓരോ ടൈപ്പിൽ കുറേ ബസ്സുകളുണ്ട് കേട്ടോ. AC ബസ്സുകളാണ് ഒരുപാട് ഉള്ളത്. ഇപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഇരുന്നു. ഇനിയിപ്പോൾ അപ്പം പോകുമെന്നറിയില്ല, നമുക്ക് നോക്കാം. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ വണ്ടികൾ നിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ബസ് പോകത്തുള്ളൂ. അയ്യോ ചൂടെടുക്കുന്നേ. AC ഇട്ടിട്ടില്ല കേട്ടോ, ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ബസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ബസ് സ്റ്റാർട്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം. നല്ല ചൂടുണ്ട്. എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാന്ന് അറിയത്തില്ല, എപ്പോഴും സ്റ്റാർട്ട് ചെയ്യാന്ന് അറിയത്തില്ല. പക്ഷേ ഇരിക്കാതെ വേറെ നിവൃത്തിയില്ലല്ലോ, കിട്ടത്തില്ല. അത്രയും ആൾക്കാരാണ് ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നത് ഈ ചാമുണ്ഡി ഹില്ലിൽ. അപ്പോൾ നമുക്ക് നോക്കാം, ആരെങ്കിലും വന്ന് ഡ്രൈവിംഗ് ചെയ്യുന്ന ആരെങ്കിലും ഒരാൾ വന്ന് അവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. അത്രയേ ഇപ്പം പറയാൻ പറ്റും. അങ്ങനെ AC ഒക്കെ ഇട്ടവരെ നേരത്തെ ഉണ്ടായിരുന്നില്ലല്ലോ. ഇവിടെ മെയിനായിട്ടുള്ള പ്രശ്നം എന്താ പറയുക, ഇപ്പോൾ പൈസ നമ്മൾ കൊടുത്ത് അഥവാ ചില്ലറ ഇല്ലെങ്കിൽ, ചേഞ്ച് ഇല്ലെങ്കിൽ അവർ ചേഞ്ച് തരത്തില്ല. പൊതുവെ അങ്ങനെ തരത്തില്ല, ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ നഷ്ടം. അപ്പോൾ നമ്മൾ മാക്സിമം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ പറയും. പിന്നെ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ടിക്കറ്റിൻ്റെ പുറകു വശത്ത് എഴുതാൻ വേണ്ടി പറയാം. എത്രയാണ് ബാലൻസ് കൊണ്ട് ടിക്കറ്റിൻ്റെ പുറകു വശത്ത് എഴുതാൻ പറയാം. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, തരത്തില്ല. അതാണ് ഞാനിവിടെ വന്ന് കണ്ടത്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ എടുക്കും. ഇതിന് അത്യാവശ്യം സീറ്റൊക്കെ ഒന്ന് ഫുള്ളായി കഴിഞ്ഞാൽ അവർ വണ്ടി എടുക്കും. നമ്മൾ ഇറങ്ങാട്ടോ. ചാമുണ്ഡി ഹില്ലിൽ ദർശനം എല്ലാം കഴിഞ്ഞ് ഭക്ഷണം എല്ലാം കഴിച്ച് സ്നാക്സ് എല്ലാം കഴിച്ച് നമ്മൾ ഇനി ഇറങ്ങാണ്. ഇറക്കായത് ഇതെല്ലാം ഇറക്കാണ് കേട്ടോ. സൈഡിലെല്ലാം വണ്ടി നിർത്തിച്ചാണ്ടോ. അങ്ങ് അവിടെ പോയിട്ട് ഒരു 40 രൂപ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്ത് ആൾക്കാരൊക്കെ ഇവിടെയൊക്കെ നിർത്തി വെക്കും. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ കാണാൻ പറ്റും കേട്ടോ. അധികം ആൾക്കാർ ഇവിടെ വണ്ടിയൊക്കെ നിർത്തി വ്യൂ കാണാൻ വേണ്ടി നിൽക്കുക. ഇവിടെയാണ് വ്യൂ. അവിടെ കുറേ ആൾക്കാരൊക്കെ കണ്ടോ, അവിടെ ആൾക്കാർ അവിടെ നിന്ന് വ്യൂ കാണും. നല്ല വ്യൂ ആയിരിക്കും. ഇന്ന് മുകളിൽ നിന്ന് താഴെ വൈഡായിട്ട് കാണുന്ന തരത്തിലുള്ള വ്യൂ ആണ്. ഇതാ കണ്ടോ, നല്ല വ്യൂ അല്ലേ. ഈ വ്യൂ ആണ് കാണാൻ, നല്ല വ്യൂ കേട്ടോ. അടിപൊളി വ്യൂ ആണ്, കണ്ടോ, നല്ല വ്യൂ ആണ്. ആ വ്യൂ കാണാൻ വേണ്ടിയിട്ട് അവിടെ ടിക്കറ്റ് ഉണ്ട്. അവിടെ പോയിട്ട് ടിക്കറ്റ് എടുത്തതിന് ശേഷം കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെ താഴോട്ടേക്ക് ഇറങ്ങി പോവാണ്. ഇവിടെ 2 വഴികളാണുള്ളത്. ഒന്ന് ഈ റോഡ് സൈഡും പിന്നെ ഒന്ന് ആ സ്റ്റെപ്പ്. നേരത്തെ നന്ദി ഹില്ലിലേക്ക് പോകുന്ന വഴി കാണിച്ചില്ലായിരുന്നു, ആ കാണുന്ന വഴിയിലൂടെ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് പോകണം. പിന്നെ ഉള്ളത് ഈ വഴിയാണ്. ഇതിലൂടെ എല്ലാ ട്രാൻസ്പോർട്ടേഷനും ഉണ്ടാവും.